അങ്ങനെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ടൈമിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു അപ്ഡേറ്റാണ് ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. iOS 26 ബീറ്റ 9. ഇനി വെറും 2 ദിവസത്തെ കാത്തിരിപ്പേ ഉള്ളൂ. സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ആപ്പിളിൻ്റെ ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. ഈ ഇവൻറ്റിൽ വെച്ച് നമുക്കറിയാവുന്ന പോലെ iPhone 17 സീരീസ് ആപ്പിൾ ലോഞ്ച് ചെയ്യും. അതിനോട് ചേർന്ന് തന്നെയുള്ള ദിവസങ്ങളിലായിരിക്കും ആപ്പിൾ iOS 26ൻ്റെ RC വെർഷനും റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 15 iOS 26 ഒഫീഷ്യലി നമ്മളെല്ലാം ഡിവൈസുകളിൽ റിലീസാകുന്നത്. ആൻഡ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2 ആപ്പിളിൻ്റെ ഇന്ത്യയിലെ 3ാമത്തെ സ്റ്റോർ ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തത്. ഇന്ത്യയിലെ 3ാമത്തെ സ്റ്റോറും സൗത്ത് ഇന്ത്യയിലെ 1ാമത്തെ സ്റ്റോറും ബാംഗ്ലൂരിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുവാണ്. അതിൻ്റെ ഭാഗമാകാൻ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോവുകയും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ ബാംഗ്ലൂർ വന്നുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആപ്പിളിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മളിനി പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കേരളത്തിലേക്ക് ഷിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരത്തെ ഡൽഹി, മുംബൈ എന്നൊക്കെ വരുമ്പോൾ കുറേയധികം ഡിലേ ആകും. സോ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു സ്റ്റോർ വന്നുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിവിടെ എറണാകുളം, കൊച്ചി ലുലു മാളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലും ഓതറൈസ്ഡ് റീസെല്ലേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ആപ്പിളിൻ്റെ ഒരു സ്റ്റോറിൻ്റെ കോമൺ ആയിട്ടുള്ള ആ ഒരു ലുക്കും ഫീലും. പക്ഷേ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറുകളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു എക്സ്ട്രാ മൈലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ ബൂസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ച് തരാനും നമുക്ക് ഉള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയുണ്ട്. അതാണ് ജീനിയസ് ബാർ. അവിടെ കുറേ ആളുകളുണ്ട്. നമുക്ക് വേണ്ട കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ കാണിച്ച് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. 2, നിരവധി ആക്സസറീസാണ്. ആപ്പിളിൻ്റെ തന്നെ ആക്സസറീസ് നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ കിട്ടാത്തതും അല്ലെങ്കിൽ പെട്ടെന്ന് അവൈലബിൾ ആകാത്തതും പല ഓപ്ഷൻസും നമുക്ക് സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവൈലബിൾ ആകുന്നതായിരിക്കും. 3, നമുക്ക് ഓൺലൈൻ സ്റ്റോറിലുള്ള പോലെ തന്നെ ഡിവൈസുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 4, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതായത് ടുഡേ അറ്റ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് അവർ സെലക്ട് ചെയ്യുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ ആപ്പിൾ സ്റ്റോറിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അതിൽ പോയാൽ നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണേലും അതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പല ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാനൽ തന്നെ അവിടെ ഉണ്ട്. സോ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താണ് ആപ്പിൾ ഈ ഒരു ബീറ്റ 9 അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ റിലീസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്നതിനോട് പ്രമാണിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? എന്താണ് ഇതിൻ്റെ കറണ്ട് പെർഫോമൻസ്, ബാറ്ററി, വന്നിരിക്കുന്ന ചേഞ്ചസ്, ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു വീഡിയോയിലൂടെ. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഈ ഒരു ബീറ്റ അപ്ഡേറ്റ് ലഭിച്ചത്, ഇത് 16 Pro Max ആണ്. അതിൽ 3.54 GB ആണ് ഈ ഒരു അപ്ഡേറ്റ് സൈസ് ആയിട്ട് ലഭിച്ചത്. ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസുകൾ അനുസരിച്ചും നിങ്ങൾ ഏതെങ്കിലും ബീറ്റ അപ്ഡേറ്റുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസുകളിൽ ഡിഫറൻസ് വന്നേക്കാം. രണ്ടാമത് മോഡം ഫേംവെയർ അപ്ഡേറ്റ് ആണ്. മോഡം ഫേംവെയർ 2.04.06 എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം ആപ്ലിക്കേഷൻസിൻ്റെ ഗ്ലിച്ചുകൾ കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓപ്പണിംഗ് ആനിമേഷൻസ്, ക്ലോസ് ചെയ്യുന്ന ആനിമേഷൻസ്, ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാവും വളരെ സ്മൂത്തായിട്ടാണ് മിക്ക ആപ്ലിക്കേഷൻസും പെർഫോം ചെയ്യുന്നത്. യാതൊരു ലാഗോ ഡിലേയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. അത് ഈ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ ഡിവൈസിലാണെങ്കിലും ഓൾഡർ ജനറേഷൻ ഡിവൈസിലാണെങ്കിലും, പ്രത്യേകിച്ച് നമുക്കറിയാം iPhone 11 സീരീസ് മുതലാണ് iOS 26 സപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ടപ്പുറത്തുള്ള iPhone XS iOS 18 സ്റ്റോപ്പായി. ഇനി iOS 26 സപ്പോർട്ടൊന്നും XSൽ ലഭിക്കത്തില്ല. സോ iPhone 11 പോലും ഈ പറഞ്ഞ ആനിമേഷൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ, കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ഡിവൈസുകൾ, ഓൾഡർ ജനറേഷൻ ഡിവൈസുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഗ്ലിച്ചുകൾ ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കലണ്ടർ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എക്സിറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, അത് ഡാർക്ക് മോഡിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളറിലേക്ക് പോയതിന് ശേഷമാണ് ആ ഒരു ക്ലിയർ കളർ ആകുന്നത്. സോ അങ്ങനെയുള്ള വിഷ്വൽ ബഗ്ഗുകൾ സ്റ്റിൽ നമുക്ക് പല സ്ഥലങ്ങളിലും റിമെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഓവറോൾ ഉള്ള ആ ഒരു പെർഫോമൻസിൽ വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റോ കാര്യങ്ങളോ കഴിഞ്ഞ 3 അപ്ഡേറ്റ് അല്ലെങ്കിൽ ബീറ്റ അപ്ഡേറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം യാതൊരു വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ സെൻറ്ററിലേക്ക് വരുമ്പോൾ, ലോക്ക് സ്ക്രീനിൽ വരുമ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ ഒന്നും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാത്ത സമയത്ത് നല്ല ബ്രൈറ്റ് കളറായിട്ട് തന്നെയാണ് നമുക്ക് വാൾപേപ്പർ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ഡാർക്ക് മോഡിലേക്ക് മൊത്തത്തിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ പോകുന്നു. കൃത്യമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ആപ്പിൾ അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് കാണാനും അനലൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കഴിഞ്ഞ 4-5 വർഷത്തെ അപ്ഡേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ iOS 15, 16, 17, 18 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ iOS 26 ഡെഫിനറ്റ്ലി നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് പല സ്ഥലങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള OS തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്തരം വർഷമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത മറ്റ് പല കാര്യങ്ങളും
എവിടെയൊക്കെയോ നമുക്കൊരു പുതുമ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് പല സ്ഥലങ്ങളിലും കൊണ്ടുവരാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കൂടുതലും iOS 26 ഇഷ്ടപ്പെടാനുള്ള ഒരു പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജസ്റ്റേഴ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ബാക്ക് പൊക്കോണ്ടിരുന്നത് നമ്മൾ ഈ ഫാർ എൻഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിപ്പം വൺ ഹാൻഡ് യൂസേജ് ആണെങ്കിൽ പോലും നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി നമുക്ക് ബാക്ക് പോകാൻ. അല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല ഓപ്ഷൻ്റെ അകത്ത് പോയിട്ട് നമ്മളിങ്ങനെ ഈ ഫാർ എൻഡ് വരെ വരേണ്ട ആവശ്യമില്ല. സോ ഇതുപോലുള്ള പല മോഡേൺ ചേഞ്ചസും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചില ഓപ്ഷൻസിൻ്റെ സെറ്റിങ്സിൻ്റെ UI എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ UIയിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കുറേയധികം ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജ്, അത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയത്തില്ലാത്ത പുതിയ യൂസേഴ്സ് ആണെങ്കിലും പഴയ യൂസേഴ്സ് ആണെങ്കിലും അവർക്ക് എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി 1/1 ആയിട്ട് ബാറ്ററി ആപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസബിലിറ്റിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പല ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റായിട്ട് iOS 26 നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു ഫീലിംഗ്. ഇതുവരെ നമ്മൾ കണ്ടുവന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതോടൊപ്പം നമ്മൾ ഇതുവരെയുള്ള യൂസേജിനെ കുറേയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന കുറേയധികം അഡീഷണൽ ഫീച്ചേഴ്സും, അത് വലിയ ഫീച്ചേഴ്സും ഭീകരമായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല, എന്നാൽ വളരെ കീ ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ iOS 26 കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതുപോലുള്ള ബീറ്റാസ് കണ്ടിന്യൂസ്ലി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ കൊണ്ടുവരുന്ന കുറേയധികം ബഗ് ഫിക്സുകൾ. അതാണ് പ്രധാനമായിട്ടും ബീറ്റ 9 ആപ്പിൾ കൊണ്ടു നിൽക്കുന്നത്. ഇതിൻ്റെ റിലീസ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ബഗ് ഫിക്സുകളുടെ കാര്യത്തിലാണ്. ഈ ഒരു റിലീസ് നോട്ടിൽ നമുക്ക് 52ഓളം റിസോൾവ്ഡ് ഇഷ്യൂസും നോൺ ഇഷ്യൂസുമാണുള്ളത്. 52 റിസോൾവ്ഡ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റിസോൾവ് ചെയ്തേക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നോൺ ഇഷ്യൂസ് ഒന്നും കാണാൻ സാധിക്കും. നോൺ ഇഷ്യൂസ് അത് 39ഓളം നോൺ ഇഷ്യൂസും ഉണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേർണൽ ബേസ്ഡ് ഇഷ്യൂസുകൾ പാച്ചസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആപ്ലിക്കേഷൻസിൻ്റെയും ഫോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള eSIM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇഷ്യൂസും ഇതിനകത്ത് പാച്ച് ചെയ്തിട്ടുണ്ട്. സോ ബഗ് ഫിക്സുകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഈ ഒരു ബീറ്റ 9 അപ്ഡേറ്റിൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പിന്നീട് ഇതിൽ എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു ബഗ് എന്ന് പറയുന്നത് വൈഫൈയുടെ ടോഗിൾ സ്വിച്ചാണ്. ഈ ഒരു ടോഗിൾ സ്വിച്ച് നിങ്ങൾക്ക് കാണാം. നോർമലി നമുക്ക് ടോഗിൾ ചെയ്യാനേ സാധിക്കുന്നുള്ളൂ, അതായത് ഓഫാക്കുന്നു ഓൺ ആക്കുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ബീറ്റ അപ്ഡേറ്റുകളിലൊക്കെ കണ്ടൊരു ചേഞ്ചാണ് ഈ ഒരു രീതിയിലേക്ക് സ്വിച്ച് മാറിയൊരു കാര്യം. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ സ്വിച്ച് ടോഗിളിൻ്റെ ആനിമേഷൻ മാറിയിട്ടുണ്ട്. ആ ഒരു ആനിമേഷൻ നമുക്ക് വൈഫൈയിൽ കാണുന്നില്ല. സോ അതുപോലെ തന്നെ ഡോക്കിൻ്റെ കാര്യത്തിൽ ഡോക്കിൻ്റെ സൈസ് ചെറുതായിട്ട് ആപ്പിളൊന്ന് സൈസ് കൂട്ടിയിട്ടുണ്ട്. കാരണം ബീറ്റ 5, 6, 7 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോക്കിൻ്റെ സൈസ് ഈ ഒരു തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പം ആ ഒരു തിക്നെസ് കൂടിയിട്ടുണ്ട്. പിന്നീട് കസ്റ്റമൈസേഷൻ ഓപ്ഷനിലാണ് നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ പോകുമ്പം ക്ലിയർ മോഡിൽ നിന്ന് ടിൻറ്റർ മോഡിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫോൾട്ട് മോഡിൽ നിന്നൊക്കെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലിയർ UI കൃത്യമായിട്ട് ഇമ്പോസ് ആകുന്നില്ല, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അപ്പിയർ ആകുന്നില്ല എന്നുള്ള ബഗ്ഗുകൾ പല യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ബഗ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പം 16E ആണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ബഗ് എന്ന് പറയുന്നത് വാൾപേപ്പർ ഓപ്ഷനിലാണ്. ഇതെപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചില ബഗ്ഗുകളൊക്കെ നമ്മൾ വളരെ റെയറായിട്ട് ഒരു തവണയോ 2 തവണയൊക്കെ ഉണ്ടായേക്കാം. പിന്നീട് അതുപോലെ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിലൊന്നാണ് ഇത് ഞാൻ ഇതുപോലെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ നോക്കിയ സമയത്ത് കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ എനിക്ക് ക്യാൻസൽ ബട്ടണിലോ ഡണ്ണിലോ ഒന്നും ടാപ്പ് ചെയ്തിട്ട് ഒരു സ്വിച്ചും കൺട്രോൾസും വർക്കാകുന്നില്ല. ജസ്റ്റ് ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ ഞാൻ ആപ്പ് സ്വിച്ചറിലേക്ക് പോയപ്പം നിങ്ങൾക്ക് കാണാം ആപ്പ് സെറ്റിങ്സിൻ്റെ ആപ്ലിക്കേഷൻ മൊത്തം കാണിക്കുന്ന ഈ ഒരു ആപ്പ് സ്വിച്ചറിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ ഞാൻ സെറ്റിങ്സ് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ അത് റെഡിയായി. സോ ഇതുപോലുള്ള മൈനർ ബഗ്ഗുകളും അല്ലെങ്കിൽ ഇഷ്യൂസും ചില സമയങ്ങളിൽ ഗ്ലിച്ചുകൾ ഫേസ് ചെയ്യാറുണ്ട്. സോ ബീറ്റ 9 അപ്ഡേറ്റിലൂടെ ബാക്ക് എൻഡിലാണ് ആപ്പിൾ കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. സോ റിലീസ് ഡേറ്റിനോട് അടുക്കുന്നതിനോടനുസരിച്ച് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കുറേയധികം ആപ്പിൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റിഫൈൻമെൻറ്റ്സും ബഗ് ഫിക്സുകളും കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും കുറേയധികം ബഗ്ഗുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. എനിവേ ഇതിൻ്റെ RC അപ്ഡേറ്റ് വരുമ്പം അതിനകത്ത് കുറേയധികം മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് iOS 26 ബീറ്റ 9 പറ്റിയുള്ള വിശേഷങ്ങൾ. എന്തായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഈ അടുത്ത ആഴ്ചയും അതിൻ്റെ പിന്നത്തെ ആഴ്ചയൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും നിരവധി കണ്ടൻറ്റുകൾ നമുക്കിനി വരാനുണ്ട്. അപ്പോൾ കാത്തിരിക്കുക. iPhone 17 സീരീസിനെ പറ്റി പുതിയ ലീക്കുകളും പുതിയ ഇൻഫർമേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി താമസിക്കാതെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.